ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കുഞ്ഞിപ്പൂ ടോക്സ്. ഞാൻ ഇത്ര നാളും ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് മാറിയിട്ടേ പുതിയ സ്ഥലത്ത് ജോയിൻ ചെയ്തിട്ട് ഒരു 2-3 മാസമായിട്ടാണ്. ഇവിടെ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. ഹോസ്റ്റലിൽ നിന്ന് ഓഫീസിലേക്ക് ഒരു അരമണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. സോ ഞാൻ ബസ്സിൽ കയറുമ്പോൾ എപ്പോഴും വിൻഡോ സൈഡിലാണ് കേട്ടോ പോയിരിക്കുക. പുതിയ സ്ഥലമായതുകൊണ്ട് നമുക്ക് അവിടുത്തെ വഴികളെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ സ്ഥലപ്പേരുകളെക്കുറിച്ചിട്ടൊന്നും വലിയ ധാരണയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ വിൻഡോ സൈഡിലാവുമ്പോൾ നമുക്കങ്ങനെ പുറത്തേക്ക് നോക്കിയിട്ട് ബോർഡൊക്കെ വായിച്ച് സ്ഥലപ്പേരുകളൊക്കെ പഠിക്കാമല്ലോ എന്നുള്ളതാണ് അവിടെ പോയിരിക്കണതിൻ്റെ മെയിൻ ഉദ്ദേശം. അങ്ങനെ പുറത്തേക്ക് നോക്കിയിട്ട് നോക്കിയിട്ടിരിക്കണ ഒരു ദിവസമാണ് ഞാൻ ആ പരസ്യത്തിൻ്റെ ബോർഡ് കണ്ടത് കേട്ടോ. ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ വെച്ചിരിക്കണ ഒരു വലിയ ഫ്ലെക്സ് ബോർഡായിരുന്നു അത്. പണ്ടേ ഈ പരസ്യം വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചില ന്യൂസ് പേപ്പറിലൊക്കെ വരുന്ന ചില പരസ്യം ഉണ്ടല്ലോ, അതിൽ ഭയങ്കര ക്യാച്ചിങ് ആയിട്ടുള്ള ചില ലൈൻസ് കാണും. അത് ഞാൻ നോട്ട് ചെയ്ത് വയ്ക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. ഇപ്പോൾ ടി വിയിലാണെങ്കിലും ചില പരസ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളങ്ങനെ പരസ്യമാണെന്ന് പോലും ആലോചിക്കണമെങ്കിൽ കണ്ടിരുന്ന് പോകുമല്ലോ ചിലത് കണ്ടു കഴിഞ്ഞാൽ. എനിക്ക് തോന്നുന്നു ഞാൻ ലാസ്റ്റ് കണ്ടതിൽ അങ്ങനെ അമ്പോ കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കിയിരുന്നത് നമ്മുടെ ഫഹദ് ഫാസിൽ മൂക്ക് കുത്തി വരുന്ന ഒരു പരസ്യം ഉണ്ടായിരുന്നു, ഒരു ജ്വല്ലറിയുടെ പരസ്യം. അതെനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടൊരു പരസ്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒരു പരസ്യം എന്നുള്ളതിൻ്റെ അപ്പുറത്ത് നമുക്ക് ചിന്തിക്കാനുള്ളൊരു സ്പേസും കൂടി ഇട്ട് തന്നിട്ടാണ് പോണത്. വെറുതെ എന്തെങ്കിലും ചിന്തിക്കല്ല. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഒരു സോഷ്യൽ ചേഞ്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിന്തയുണ്ടല്ലോ, അങ്ങനെ ഒരു ചിന്തയ്ക്കുള്ള സ്പേസാണ് അതൊക്കെ ഇട്ടുതരുന്നത്. ഞാൻ ഈ കണ്ട പരസ്യം അങ്ങനെ കുറച്ച് നേരത്തേക്കെങ്കിലും നമ്മളെ കൊണ്ടൊന്ന് ചിന്തിപ്പിക്കണ ഒരു പരസ്യമായിരുന്നു. നമ്മുടെ ഇവിടെയുള്ള ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെഡ്ഡിങ് സെൻറ്ററിൻ്റെ പരസ്യമാണ് കേട്ടോ അത്. ആ പരസ്യത്തിൽ എഴുതി വെച്ചേക്കണ വാചകം ഇതാണ്: എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ ഫാമിലിക്ക് അറിയാം. ഉറപ്പായും അത് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും അത് കാണുന്ന മനുഷ്യന്മാർ ഒന്ന് വായിച്ചു നോക്കും, ഒന്ന് സ്റ്റക്കായി നിൽക്കുകയും ചെയ്യുന്നൊരു വാചകം തന്നെയാണത്. ആൻഡ് അതിൻ്റെ പിന്നിലെ തലയ്ക്ക് ഹാറ്റ്സ് ഓഫ്. അത് വായിച്ചിട്ട് കുറേ നേരം ഞാൻ അതിനെക്കുറിച്ച് തന്നെ ഇങ്ങനെ ആലോചിച്ചിരുന്നു. ശരിക്കും നമ്മുടെയൊക്കെ ഇഷ്ടം എന്താണെന്ന് നമ്മുടെ ഫാമിലിക്ക് അറിയുമോ? നമുക്കെന്ത് പഠിക്കാനാണ് ഇഷ്ടം, എന്ത് ജോലി ചെയ്യാനാണ് ഇഷ്ടം, എങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടം, ഇതൊക്കെ അവർക്ക് അറിയണതാണോ? ഇനി അഥവാ നമ്മുടെ ആ ഇഷ്ടങ്ങളൊക്കെ അറിയുമെങ്കിൽ തന്നെ ആ എല്ലാ ഇഷ്ടങ്ങളും അവർ അംഗീകരിച്ച് തരുമോ? BA മലയാളം പഠിക്കാൻ ആഗ്രഹിച്ചിട്ടേ BSc കെമിസ്ട്രി പഠിച്ച ആളാണ് ഞാൻ. ഒരു വലിയ ചിത്രകാരനാവണമെന്ന് ആഗ്രഹിച്ചിട്ട് ഗവൺമെൻറ് ഓഫീസിൽ ഫയൽ നോക്കിയിട്ട് കുത്തിരിക്കുന്ന ഒരാളെന്നെ എനിക്കറിയാം. ലോകം മുഴുവൻ സോളോ ട്രിപ്പ് അടിച്ച് നടക്കാൻ ആഗ്രഹിച്ചിരുന്ന, ഒറ്റയ്ക്കിരിക്കുന്നതിൽ, നടക്കുന്നതിൽ, യാത്ര ചെയ്യുന്നതിലൊക്കെ ഒരു ഉന്മാദം കണ്ടെത്തിയിരുന്ന ഒരു മനുഷ്യൻ എൻ്റെ ഫ്രണ്ടായിട്ടുണ്ട്. 24 മണിക്കൂറും സിംഗിൾഹുഡ് എന്നും പറഞ്ഞു നടന്നിരുന്ന ആ മനുഷ്യൻ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഡബിളായി, സിംഗിൾ മാറി ഡബിളായി, പിന്നെ പതേ ഒരു കൊച്ചായി ട്രിപ്പിളായി മാറി. ശരിക്കും നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ഫാമിലിക്ക് അറിയാമായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കുമായിരുന്നു. ഇനിയിപ്പോൾ ഈ കല്യാണമോ ജോലിയോ പഠിപ്പോ പോലെയുള്ള വലിയ വലിയ കാര്യങ്ങൾ മാറ്റി വെച്ചാൽ തന്നെ ഏറ്റവും കുഞ്ഞു കാര്യങ്ങൾ പോലും നമ്മുടെ ഇഷ്ടം നമ്മുടെ ഫാമിലിക്ക് അറിയാമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഇപ്പോൾ ചില സമയത്തെങ്കിലും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറിലുള്ള ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും നിൻ്റെ കളറിനത് യോജിക്കില്ല കേട്ടോ, നീ അത് എടുക്കണ്ട കേട്ടോ എന്ന് നമ്മുടെ ഇഷ്ടം നോക്കാതെ നമ്മളോട് പറയാറില്ലേ ഒരു നോ? നേരത്തെ പറഞ്ഞ പരസ്യത്തിലെ പോലെ ഫഹദ് ഫാസിൽ മൂക്കുത്തി അണിഞ്ഞ അത്ര എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഏട്ടനോ അനിയനോ മൂക്കുത്തി അണിയാൻ പറ്റാറുണ്ടോ? എന്തിനേതിനും ഓടി വരണ ചങ്ക് ഫ്രണ്ടെന്ന് പറയുന്ന കൂട്ടുകാരൻ്റെ കൂടെ എങ്ങടേലും പോകാൻ വേണ്ടിയിട്ട് അവൻ്റെ ബൈക്കിൻ്റെ വീട്ടിൽ കയറിയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ അമ്മ അച്ഛനും ഒന്ന് കടുപ്പിച്ച് നോക്കില്ലേ? ഇതിലും സില്ലിയായിട്ടുള്ള കാര്യങ്ങളിൽ പോലും ചിലപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ഫാമിലിക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. മനസ്സിലായാലും ചിലപ്പോൾ അവരൊന്നും അത് അംഗീകരിച്ച് തരണമെന്നും ഇല്ല. നമ്മുടെ ഒരു കൂട്ടുകാരൻ ആ പരസ്യപ്പലകയുടെ ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പിലൊരു സ്റ്റാറ്റസ് ഇട്ടു. ഒപ്പം അതിൻ്റെ താഴെ ഒരു ക്യാപ്ഷനും ഉണ്ടായിരുന്നു: എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ ഫാമിലിക്ക് അറിയാമെന്നുള്ള ആ വാചകം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എന്താണോ വന്നത് അത് തന്നെയാണ് ആ ക്യാപ്ഷനിലും ഉണ്ടായിരുന്നത്. കോപ്പാണ് അറിയുന്നത്, അതായിരുന്നു ആ ക്യാപ്ഷൻ. നമ്മുടെ ഇഷ്ടങ്ങൾ നമുക്കറിയണ പോലെ വേറൊരാൾക്കും അറിയില്ല, ഈവൻ അത് നമ്മുടെ ഫാമിലിയാണ് വെച്ചെങ്കിൽ പോലും. ഇതൊന്നും ഒരു ഫാമിലീനെയും കുറ്റം പറയാൻ വേണ്ടി പറയുന്നതല്ല കേട്ടോ. വെരി റയർ നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളും മനസ്സിലാക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലീസ് ഉണ്ടായിരിക്കും. നമ്മുടെ എല്ലാ ഫാമിലികൾ അങ്ങനെ എല്ലാവരുടെയും ഇഷ്ടങ്ങൾ, ആ ഫാമിലിയുടെ ഉള്ളിലെ എല്ലാ അംഗങ്ങളുടെയും ഇഷ്ടങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഫാമിലി ആവട്ടെ എന്നുള്ളത് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. ആൻഡ് ലെറ്റ്സ് ഹോപ്പ് ഫോർ ദാറ്റ്, ഫോർ സച്ച് എ ഗുഡ് ഫാമിലി.